ഒരു പഴം എടുത്തേ. നീ പറഞ്ഞ കേട്ടിട്ട് ഈ മറവി വലിയൊരു സംഭവമൊന്നും അല്ല. നിനക്ക് ഈ പ്രായമൊക്കെ കൂടി വരകളാ. മുടി പിടിച്ചോണ്ടാ? ഉണ്ട്. ടെൻഷൻ ഉണ്ടെങ്കിലും ഇതുപോലെ മറവിയൊക്കെ സംഭവിക്കാം. അതല്ലടേ, ഹരിയില്ലേ, അവനൊരു 5000 രൂപ എന്നെ വാങ്ങിച്ചായിരുന്നു. ഞാൻ കൊടുക്കാനും മറന്നുപോയി. ഇത് ആൾക്കാർ മുമ്പിലോട്ട് ചോദിക്കുകയും ചെയ്ത് ഞാൻ ഒരുമാതിരി ആയിരിക്കും. ഞാൻ ഇനി ആരുടെ കടം മാറ്റി തിരിച്ചു കൊടുക്കാണ്ടോ എന്തോ ഒന്നും അറിയാൻ വയ്യ എനിക്ക്. നീ അങ്ങനെ ആരെയൊന്നും അങ്ങനെ കടമൊന്നും വാങ്ങിക്കില്ലല്ലോ. എനിക്ക് എന്റെ വാങ്ങിച്ചൊരു 3000 നീ ഇന്ന് തരാന്ന് പറഞ്ഞായിരുന്നു. നാളെ EMI ആയതുകൊണ്ട് കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ നീ ഇട്ടാ മതി. നിന്റെ ഒന്നും മാച്ചാളി ഞാൻ കടം. അയ്യേ, ഞാൻ മറന്നു, സത്യം മറന്നു കഴിഞ്ഞേ. നീ വാ, നമുക്ക് ATM കൊണ്ട് വിടാം. ബാങ്കിന് ഇത് 100 കൊണ്ട് കാണിക്കണം കേട്ടാ. നിനക്കെങ്ങനെ ഈ പഴയ കാര്യം മാത്രമേ മറവിയുള്ള? ഇപ്പോഴത്തെ മറന്നു പോന്നേ. ആഹാ, എന്നാ നാളെ തന്നെ കൊണ്ട് കാണിക്കണം കേട്ടാ നീ ഇത്. ഇതൊക്കെ നേരെ ചോദിക്കണല്ലേ, ഞാൻ മറന്നുപോയിരിക്കുന്ന കാര്യം. 5000 രൂപ കേസല്ലടാവുള്ളൂ. ഇപ്പൊ എനിക്ക് നീ 5000 രൂപ തരാനുള്ളത് ഞാൻ ഇപ്പൊ EMI മാസം അവസാനം അടയ്ക്കാന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ ചോദിക്കാത്തത്. പിൻ നമ്പർ മറന്നുപോയി. എന്താടാ തമാശ കളിക്കണ? നീ എനിക്ക് ഈ മാസം അവസാനം എനിക്ക് തരാനുള്ള 7000 രൂപ തരാന്ന് പറഞ്ഞിട്ട് എന്നേടെ ഞാൻ നിന്റെ കൂടെ വന്നത്. അല്ലെങ്കിൽ നീ ഒരു വാക്ക് പറയാത്തില്ലല്ലോ. എനിക്ക് ചിട്ടിക്ക് പൈസ അടക്കണ്ടേ? നീ ചുമ്മാ പുള്ള കളിയത്. നീ ATM എടുത്തിരാന്ന് പറഞ്ഞു ഒരുമാരും. ഗൂഗിൾ പേ തരാം. ഇപ്പൊ ചെയ്തു തരുമോ? ശരി, ഞാൻ ദേഷ്യമായിട്ട്